നിങ്ങൾ ചീര അരിയൊക്കെ ചേർത്ത് വറുത്തിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ? അപ്പോൾ അങ്ങനത്തെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള ചീര തന്നെ എടുക്കണം. നന്നായിട്ട് കഴുകി മണ്ണൊക്കെ കളഞ്ഞ് നന്നായി കുടഞ്ഞിട്ട് ചെറുതായി കട്ട് ചെയ്ത് അരിപ്പ പാത്രത്തിലിട്ട് വെക്കുക. വെള്ളം നന്നായിട്ട് വറ്റാൻ വേണ്ടിയിട്ടാണ്. വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് കറിവേപ്പില ചേർത്ത് കുറച്ച് അരി കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് ഇളക്കുമ്പോൾ പൊരി പോലെ വരും. എന്നിട്ട് നമുക്കതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. നന്നായി ട്രാൻസ്ലൂസൻ്റ് ആകുമ്പോഴേക്കും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ചേർത്ത് നന്നായി വഴറ്റിയ ശേഷം തേങ്ങ കൂടി ചേർത്ത് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്ക് ചീരയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് എടുക്കാം. നന്നായി വഴറ്റിയിട്ട് 2 മിനിറ്റ് അതിക്കുള്ളിൽ വേവിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർക്കണം. അവസാനമായിട്ട് വെളിച്ചെണ്ണ കൂടി ചേർത്ത് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. നല്ല അടിപൊളിയാണ്. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ.